ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഈ കേസിൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ എടതീർമഠ് എന്ന മഠത്തിന്റെ മഠാധിപതിയായിരുന്ന ശ്രീ കേശവാനന്ദ ഭാരതി കേരള സർക്കാർ കൊണ്ടുവന്ന കേരള ലാൻഡ് റീഫോം ആക്ട് അടക്കമുള്ള ഭൂപരിഷ്കരണ നിയമം മൂലം മഠത്തിന്റെയും ട്രസ്റ്റിന്റെയും പേരിലുള്ള വലിയ തോതിലുള്ള ഭൂമി സീലിംഗ് നിയമപ്രകാരം സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. അതായത് കേരള ലാൻഡ് റീഫോംസ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന സ്ഥലത്തിന് പരിധി നിർണ്ണയിച്ചിരുന്നു. അതാണ് സീലിംഗ് ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞു വരുന്ന സ്ഥലം സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇദ്ദേഹം റിട്ട് പെറ്റീഷൻ നൽകി. ഇതിനെക്കുറിച്ചാണ് ഈ കേസിൽ പറയുന്നത്. ഈ നിയമങ്ങൾ തന്റെ അടിസ്ഥാന അവകാശങ്ങളായിട്ടുള്ള ആർട്ടിക്കിൾ 25-ന്റെയും 26-ന്റെയും വയലേഷനാണെന്ന് അദ്ദേഹം വാദിച്ചു. കേസ് പരിഗണനയ്ക്കിടെ പാർലമെന്റ് വിവിധ തരത്തിലുള്ള ഭേദഗതി പാർലമെന്റ് കൊണ്ടുവന്നു. അപ്പോൾ തുടക്കത്തിൽ ഒരു ഭൂമി വിഷയമായിട്ട് തുടങ്ങി, പക്ഷേ അതിനുശേഷം പാർലമെന്റിന് ഭരണഘടനയെ എത്രത്തോളം ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന വലിയ ഭരണഘടനാ ചോദ്യമായി മാറുകയും ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഇത് വെറും ഒരു ഭൂമി പ്രശ്നമായിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് പാർലമെന്റ് പലതരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നതോടുകൂടി വിഷയം പാർലമെന്റിന് ഭരണഘടനയെ എത്രമാത്രം വരെ ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന ഒരു ചോദ്യമായി മാറുകയും ചെയ്തു. ഈ കേസിന്റെ വിധി എന്ന് പറയുന്നത്, ഈ കേസിൽ സുപ്രീം കോടതിയിലെ 13 ജഡ്ജിമാരുടെ ബെഞ്ചാണ് വിധിച്ചത്. പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ആ അധികാരം പരിധിയില്ലാത്തതല്ല. പാർലമെന്റിന് ഭേദഗതി ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അതായത് അടിസ്ഥാന ഘടന നശിപ്പിക്കാൻ പാടില്ല. പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്, എന്നാൽ ആ അധികാരം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ നശിപ്പിക്കാൻ പാടില്ല. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ആത്മാവായിട്ടുള്ള റൂൾ ഓഫ് ലോ, ജുഡീഷ്യൽ റിവ്യൂ, ഡെമോക്രസി, ഫെഡറലിസം, സെക്യുലറിസം, ഫണ്ടമെന്റൽ റൈറ്റ്, ഇവയുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ഈ വിധിയിലൂടെ സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ സ്ഥാപിച്ചു. ഇത് പിന്നീട് ഭരണഘടന സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സിദ്ധാന്തമായി മാറുകയായിരുന്നു.